ഹലോ, വെൽക്കം ടു ജോ ആൻഡ് ജോയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കടച്ചക്ക കൊണ്ടിട്ട് ഒരു ഇറച്ചിക്കറി പോലത്തെ ഒരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇപ്പം നമുക്ക് ഈസ്റ്ററൊക്കെ അടുത്ത് വരുമ്പോൾ ഹോളി വീക്കല്ലേ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയായത് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറ് ശരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ കടച്ചക്കയുടെ ഹാഫാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് പിന്നെ നല്ലതായിട്ട് അതിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് ചെത്തിക്കളയുക. പുറത്തുള്ള നമ്മുടെ സാധാരണ ചക്കയുടെ കൂട്ട് അത്ര മുള്ളായിട്ടില്ല ഇതിന് കേട്ടോ. അല്ലാതെയാണ് ഇച്ചിരി സോഫ്റ്റായിട്ടാണ് ഇതിൻ്റെ മുള്ളിരിക്കുന്നത് ഇവിടുത്തെ കടച്ചക്കയ്ക്ക്. നാട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ, പിന്നെ ഇത് കുറച്ചുകൂടെ വലുതുമാണ്. നാട്ടിൽ നമുക്ക് ഇത്രയും വലുപ്പത്തിൽ കിട്ടത്തില്ല. ഇത് ഒരു ഹാഫ് തന്നെ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം നല്ലതായിട്ട് ചെത്തിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഷ്ണങ്ങളാക്കി എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ എന്നാടുത്തറിയാമോ, പണ്ടൊക്കെ നാട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കപ്പ കഴിക്കുന്ന പോലെ തന്നെ ഇതിങ്ങനെ പുഴുങ്ങിയിട്ട് തേങ്ങ ഇങ്ങനെ ചിരണ്ടിയിട്ട് നല്ല വിളവുള്ള തേങ്ങ ഇങ്ങനെ ചിരണ്ടിയിട്ട് അതും ഇട്ട് കൂട്ടി ഇങ്ങനെ കഴിക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനൊന്ന് പുഴുങ്ങി നോക്കി. അപ്പോൾ അതിന് ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോവേവിലോട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടി. നല്ല പുട്ടുപോലെ നല്ലതായിട്ട് വെന്ത് കിട്ടി. നല്ല ടേസ്റ്റായിരുന്നു. അതിലൂടെ കുറച്ച് തേങ്ങ കിട്ടി, ഞാൻ കുറച്ച് കഴിച്ചു അങ്ങനെ തന്നെ. പിന്നെ ബാക്കി നമുക്ക് കറിക്ക് വേണ്ടത് നന്നായിട്ടിങ്ങനെ തൊലി ചെത്തിയിട്ട് വാഷ് ചെയ്ത് നമ്മൾ ഒരു കുക്കറിലോട്ട് ഇടുക. കുക്കറിൽ ഒരു 2 വിസിലൊന്ന് അടിച്ചിട്ട് മാത്രമാണ് ഞാനത് വേവിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറി വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കുറേ നേരം, നാട്ടിലൊക്കെ ആണെങ്കിൽ അടുപ്പിൽ വിറക് കത്തിച്ചിട്ടുള്ള അടുപ്പിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുക്കറിലിട്ടാണ് പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടെല്ലാം ചെത്തി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് കടച്ചക്ക എന്നാണ് പറയുന്നത്. പിന്നെ തെക്കോട്ടൊക്കെ ഇതിന് ചീമച്ചക്ക എന്ന് പറയും. വടക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേര് ഇതിന് പറയുമെങ്കിലൊന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി എടുത്തു. 3-4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു സവാള അരിഞ്ഞെടുത്തു. അത് കുക്ക് ചെയ്യാനുള്ള വെള്ളം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ശകലം വെളിച്ചെണ്ണയും ഉപ്പും വേണം. ഇത്രയും സാധനമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം അതിലോട്ട് ആ ഒരു സവാള ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക്, ഞാൻ ഒരുപാട് മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 3-4 പച്ചമുളക് ഇട്ടത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എന്ന് പറയാം, ജസ്റ്റ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി 1 ടീസ്പൂണേ ഇട്ടുള്ളൂ കേട്ടോ. കാരണം ഇതൊരു ഇറച്ചിക്കറിയുടെ ഫ്ലേവർ ആയതുകൊണ്ട് മല്ലിപ്പൊടി മുൻപന്തി നിൽക്കണം. അപ്പോൾ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇട്ടേക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി അത് ഇങ്ങനെ ജസ്റ്റ് ഒരു ശകലം കുറച്ച് ചെയ്ത് ഇങ്ങനെ ഇട്ടു. അതും ഇതിൻ്റെ കൂടെ തന്നെയാണ് അങ്ങ് ഇടുന്നത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ജസ്റ്റ് അതെല്ലാം ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി മാത്രം ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തോരം വെള്ളമാണോ വേണ്ടത്, അതായത് ഒരു കുക്കറിൽ നമുക്ക് അറിയാമല്ലോ ഒരുപാട് അങ്ങ് വെള്ളം വെക്കരുത്, ജസ്റ്റ് അത് വെന്ത് കിട്ടാനും മാത്രം വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചാൽ മതി, ഒത്തിരി തീയിൽ വെക്കണ്ട കേട്ടോ. എന്നിട്ട് ഒരു 2 വിസിൽ അടിക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതങ്ങ് ഓഫ് ചെയ്തിടുക. അപ്പോൾ കറക്റ്റ് വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്കത് വേകുന്ന സമയത്ത് നമുക്ക് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തേക്ക്, നിങ്ങൾക്ക് ഫ്രൈങ് പാൻ എന്തെങ്കിലും ആണെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ നല്ല പെരുംജീരകം, പിന്നെ ഒരു പട്ട, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, അതൊന്ന് ചൂടാക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മൂത്ത് വന്നിട്ട് മാത്രമേ ഇടാവൂ. ഈ വെളുത്തുള്ളി ഒരു 4-5 അല്ലി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അത് കഴിഞ്ഞിട്ട് ഇത് മൂത്ത് കഴിഞ്ഞ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും കറിവേപ്പിലയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. കാരണം തേങ്ങ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് മൂത്ത് കരിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വല്ലാത്ത കയ്പ്പായിരിക്കും. പിന്നെ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ആദ്യമൊക്കെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് നമുക്ക് ഇളക്കാം. പക്ഷേ ഇത് ഇങ്ങനെ ഒരു മൂപ്പായി തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കും അതിനകത്ത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതവിടെ ഓഫ് ചെയ്തിട്ടു. ഇങ്ങനെ ഇത്രയൊക്കെ പരുവം മതി. ഇതിലും കൂടുതൽ മൂക്കാൻ പോയി കഴിഞ്ഞാൽ വല്ലാത്ത കയ്പ്പ് ചൊവയായിരിക്കും. ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ മൂപ്പായി കഴിയുമ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് പിന്നെയും കരിയും, അങ്ങനെ കരിയാതിരിക്കാനായിട്ട്. എന്നിട്ട് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലോട്ട് നമ്മളത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ നാട്ടിലത് കല്ലിലൊക്കെ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്, ഒരുപാട് വെന്ത് പോയിട്ടില്ല കണ്ടോ. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി, ഉപ്പുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇച്ചിരി മുളകും പിന്നെ ശകലം ഉള്ളിയും കൂടെ ഒക്കെ കടുക് പൊട്ടിച്ചിടാം കേട്ടോ. പിന്നെ ഇതിന് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി നമുക്കതിവിടെ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.